സോ അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. നമുക്ക് ഏകദേശം 1,00,000-ഓളം രൂപ സാലറി തുടക്കത്തിൽ തന്നെ നേടാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു പോസ്റ്റ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഒന്ന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. രണ്ടാമതായിട്ട് നോക്കിയാൽ നമുക്ക് റിവിഷൻ സീരീസ് ഉണ്ടാകും. അതായത് ലൈവ് ആയിട്ടുള്ള റിവിഷൻസ് എടുക്കും. പിന്നെ ആ റിവിഷനെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് നടത്തും. അതാണ് എലൈറ്റ് ടെസ്റ്റ് സീരീസിൽ വരിക. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നോക്കി, ഈ കാണുന്ന പോലെ നമ്മുടെ എയിംസ് നോർസെറ്റ് 11 അല്ലേ, എയിംസ് നോർസെറ്റ് 11ന്റെ എക്സാമിനേഷൻ ഡേറ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നോക്കിക്കേ, അതായത് നമുക്കറിയാം നോർസെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 സ്റ്റേജുകളിലാണ് നടക്കുക അല്ലേ. നോക്കിയാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാംസ് ആണ്. സോ അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. റിസൾട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 18-ന് സ്റ്റേജ് 1ന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അല്ലേ. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് സ്റ്റേജ് 2 അല്ലെങ്കിൽ മെയിൻസ് എക്സാമിന് വേണ്ടി ക്വാളിഫൈ ആവുക. സോ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. അതിന്റെ റിസൾട്ട് ഒക്ടോബർ 10 കേട്ടോ, 10th ഒക്ടോബറിന് അതിന്റെ അതായത് നമ്മുടെ ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഇതാണ് നമുക്ക് എയിംസിൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുക. അപ്പോൾ നോക്കി, ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകും അല്ലെ. ഒരുപാട് കുട്ടികൾ വളരെ ആഗ്രഹത്തോടെ അല്ലെ, ശരിക്കും നല്ല ഒരു പോസ്റ്റ് ആണല്ലേ. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏകദേശം 1,00,000-ഓളം രൂപ സാലറി തുടക്കത്തിൽ തന്നെ നേടാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു പോസ്റ്റ് ആണ് ഈ പറയുന്ന എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ് പറയുക. നോക്കി, നമ്മൾ എജ്യൂസ് അക്കാഡമിയിൽ നമ്മുടെ എയിംസ് നോർസെറ്റ് 11 കിക്ക് ഓഫ് റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നോക്കി, നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ടാകണം. അതുകൂടാതെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് നമ്മുടെ വീക്ക് ഏരിയാസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക, എന്നിട്ട് അത് മോഡിഫൈ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എയിംസ് നോർസെറ്റ് 11ന്റെ കിക്ക് ഓഫ് റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാനൊന്ന് പറയട്ടെ. അതായത് നോക്കി, നമ്മുടെ കിക്ക് ഓഫ് റിവിഷൻ ബാച്ചിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സീരീസ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ ഉണ്ടാകും. അതുകൂടാതെ അതിൽ അഡീഷണൽ ആയിട്ട് തന്നെ നോക്കി, ഈ കാണുന്ന പോലെ നമുക്ക് റിവിഷൻ സീരീസ് ഉണ്ടാകും കേട്ടോ. റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. അതായത് നമ്മുടെ നോർസെറ്റിന്റെ സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ, അതായത് നമ്മുടെ ഫാക്കൽറ്റീസും തന്നെ ലൈവ് റിവിഷൻ സെഷൻസ് എടുക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരും. അതിനുശേഷം എന്ത് ചെയ്യും, ആ റിവിഷൻ കഴിഞ്ഞ ആ ടോപ്പിക്കിൽ നിന്ന് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, അതിന്റെ ഒരു എക്സാം, ഒരു മോഡൽ എക്സാം നമ്മൾ നടത്തും. അതായത് സപ്പോസ് നോക്കി, ഇപ്പോൾ OBGയിൽ ലേബർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫാക്കൽറ്റി റിവിഷൻ എടുത്തത് എങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ അതിന്റെ ഒരു മോഡൽ ടെസ്റ്റ്, അതായത് ആ അത്രയും ടോപ്പിക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ടെസ്റ്റ് നമ്മൾ നടത്തും. നമ്മുടെ നോർസെറ്റിന്റെ അതേ പാറ്റേണിൽ തന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാകും കേട്ടോ. അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തും. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താം, എവിടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് കേട്ടോ. സോ അതിനുശേഷം എന്ത് ചെയ്യും, ആ ഒരു എക്സാമിനേഷൻ മാത്രമല്ല അതിന്റെ ലൈവായിട്ടുള്ള ടെസ്റ്റ് ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ. അതാണ് നമ്മുടെ എലൈറ്റ് ടെസ്റ്റ് സീരീസിൽ വരിക. അതായത് നോക്കി, ഒന്ന് നോർസെറ്റ് 11 കിക്ക് ഓഫ് റിവിഷൻ ബാച്ചിൽ ഒന്ന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. രണ്ടാമതായിട്ട് നോക്കി, നമുക്ക് റിവിഷൻ സീരീസ് ഉണ്ടാകും. അതായത് ലൈവ് ആയിട്ടുള്ള റിവിഷൻസ് എടുക്കും. പിന്നെ ആ റിവിഷനെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് നടത്തും. അതാണ് എലൈറ്റ് ടെസ്റ്റ് സീരീസിൽ വരിക കേട്ടോ. അപ്പോൾ എന്താണ്, എക്സാംസ് ആയി ആ എക്സാംസിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് അതും ലൈവായിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് റെക്കോർഡിംഗ് ആയിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ നോർസെറ്റ് 11 കിക്ക് ഓഫ് റിവിഷൻ ബാച്ചിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുന്നു എന്നുണ്ടെങ്കിൽ വെറുതെ പഠിക്കാതെ പ്രിപ്പയർ ചെയ്യാണ്ട് നമ്മൾ എഴുതുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മൾ നന്നായിട്ട് പ്രിപ്പറേഷൻ എടുത്ത് അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ച് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പുതിയ ബാച്ച് കേട്ടോ, നമ്മുടെ ഈ ഒരു നോർസെറ്റ് 11 കിക്ക് ഓഫ് റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അധികം ദിവസമില്ല, കാരണം എക്സാമിനേഷനും നമുക്ക് അധികം ദിവസമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.